ഒക്ടോബർ 2 നമ്മുടെ കാവൽ മാലാഖമാരുടെ തിരുനാൾ. പേര് നൽകപ്പെട്ടിരിക്കുന്ന 3 മാലാഖമാരെന്നത് ഗബ്രിയേൽ, മിഖായേൽ, റഫായേൽ. ഇവരുടെ തിരുനാളാണല്ലോ 29-ാം തീയതി നാം ആഘോഷിച്ചത്. എന്നാൽ അസംഖ്യം കാവൽ മാലാഖമാരുണ്ട്. ഒരു ആത്മാവ് ശരീരത്തോട് ഒന്നുചേരുന്ന നിമിഷം അവനായി ഒരു കാവൽ മാലാഖയെ ദൈവം നിയോഗിക്കുന്നു എന്നാണ് സഭാപഠനം. മാലാഖമാരെ വാഴ്ത്തുന്ന ഒരു സങ്കീർത്തനമുണ്ട്. നിന്റെ വഴികളിൽ നിന്നെ കാത്തു സംരക്ഷിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. 91:11-12 വരെ. എല്ലാ രാജ്യങ്ങൾക്കും രൂപതകൾക്കും ഇടവകകൾക്കും കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും കാവൽ മാലാഖമാരുണ്ട്. കണ്ണടയ്ക്കാതെ അവ നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. നമ്മുടെയൊക്കെ നാവിൻ തുമ്പത്ത് എപ്പോഴും തത്തിക്കളിക്കുന്ന പ്രശസ്തമായ ഒരു ഗാനമുണ്ട്. കാവൽ മാലാഖമാരെ കണ്ണടയ്ക്കരുതേ. മാലാഖമാരല്ല, അവരുടെ നേരെ നിരന്തരം കണ്ണടയ്ക്കുന്നത് നാമാണ്. പിന്നെ എന്താണ് നമ്മിൽ പലരും വീണു പോകുന്നത്? കാരണം നമ്മുടെ സമ്മതമില്ലാതെ മാലാഖമാർക്ക് നമ്മെ ഒരിക്കലും സഹായിക്കാനാകില്ല എന്നതാണ് വാസ്തവം. അത്രയേറെ സ്വതന്ത്ര മനസ്സോടു കൂടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകാരംഭം മുതൽ നിയതമായ ഒരേ നേർവഴിയിലൂടെ യാതൊരു വ്യതിയാനവുമില്ലാതെ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ മുന്നോട്ടു പോകുമ്പോൾ മനുഷ്യൻ മാത്രം അതിവേഗം വ്യതിയാനങ്ങൾക്ക് വിധേയപ്പെട്ടു മുന്നേറുന്നു. കല്ല് യുഗത്തിൽ നിന്ന് AI യുഗത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഇനി യുഗങ്ങൾ കൊണ്ടല്ല, നിമിഷങ്ങൾ കൊണ്ടാണ് മനുഷ്യനിൽ വ്യതിയാനങ്ങൾ വരിക. അത്രമേൽ വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. യേശയ്യാ 43:4. ആ പരിഗണനയാലാണ് നമുക്കായി ദൈവം ഓരോ കാവൽ മാലാഖമാരെ നമുക്കായി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് കാവൽ മാലാഖകൾക്ക് വേണ്ടി ക്ലെമന്റ് 10-ാമൻ മാർപ്പാപ്പ ഒരു ദിനം മാറ്റിവച്ചത് അവർക്ക് വേണ്ടിയല്ല, അവർക്കത് ആവശ്യവുമില്ല. നാം നമ്മുടെ വിളിയെക്കുറിച്ച് ബോധ്യമുള്ളവരാകാനാണ്. മാറ്റം വരേണ്ടതും മാലാഖമാരെക്കുറിച്ച് ധ്യാനിക്കേണ്ടതും നാമാണ്. അവരുടെ അസ്തിത്വം അംഗീകരിക്കുകയും അവരുടെ കാവലിനായി സ്വയം വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ ഭ്രൂണാവസ്ഥ മുതൽ നമ്മോടൊപ്പം കൂടെ കൂടിയ നമ്മുടെ കാവൽ മാലാഖ മരണം വരെ കൂട്ടായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും.